ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഏപ്രിൽ 16 മുതൽ ഏപ്രിൽ 20 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ന്യൂഡൽഹിയിലാണ്. ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ന്യൂഡൽഹിയിലാണ്. ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ന്യൂഡൽഹി. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? ഗുവാഹത്തിയിലാണ്. വടക്കേ ഇന്ത്യയിലെ ആദ്യ എയിംസ് ആശുപത്രി ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? ഗുവാഹത്തി. വടക്കേ ഇന്ത്യയിലെ ആദ്യ എയിംസ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ഗുവാഹത്തി. കടുവ സംരക്ഷണത്തിലെ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവ സങ്കേതമാണ്. കടുവ സംരക്ഷണത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവ സങ്കേതമാണ്. 2023 ഏപ്രിൽ ഭിന്നലിംഗക്കാരെ OBC പരിധിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2023 ഏപ്രിലിൽ ഭിന്നലിംഗക്കാരെ OBC പരിധിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2023 ഏപ്രിലിൽ ഭിന്നലിംഗക്കാരെ OBC പരിധിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2023 ഏപ്രിലിൽ കുവൈത്ത് ന്യൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ അവതരിപ്പിച്ച അവതാരകയാണ് ഫെദ. 2023 ഏപ്രിലിൽ കുവൈത്ത് ന്യൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ അവതരിപ്പിച്ച അവതാരകയാണ് ഫെദ. കേരളത്തിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഏത് തീയതിയിലാണ് നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്? 2023 ഏപ്രിൽ 25-ന് കേരളത്തിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെമിന മിസ് ഇന്ത്യ 2023 കിരീടം നേടിയത് നന്ദിനി ഗുപ്തയാണ്. ഫെമിന മിസ് ഇന്ത്യ 2023 കിരീടം നേടിയത് നന്ദിനി ഗുപ്തയാണ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം ഏത് രാജ്യത്താണ്? മുസംബിക്കിലാണ് ബുസി പാലം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം മുസംബിക്കിലാണ്. ബുസി പാലം ഏത് രാജ്യത്താണ്? മുസംബിക്കിലാണ്. ഏത് വിനോദസഞ്ചാരത്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആവശ്യം കേരള സർക്കാർ ഒഴിവാക്കിയത്? സാഹസിക ടൂറിസം. ഏത് വിനോദസഞ്ചാരത്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആവശ്യം കേരള സർക്കാർ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ സാഹസിക ടൂറിസത്തിനാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിയത്. കേന്ദ്ര അനുമതിയോടെ ശബരിമല വിമാനത്താവളം നിലയിൽ വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ്. കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കേന്ദ്ര അനുമതിയോടെ ശബരിമല വിമാനത്താവളം നിലയിൽ വരുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയത്താണ്. കേന്ദ്ര അനുമതിയോടെ ശബരിമല വിമാനത്താവളം നിലയിൽ വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയത്താണ്. 2023 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ദേശീയ അവാർഡ് ജേതാവും നാടക കലാകാരിയുമായ വ്യക്തിയാണ് ഉത്തര ഭോവേക്കർ. 2023 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ദേശീയ അവാർഡ് ജേതാവും നാടക കലാകാരിയുമായ വ്യക്തിയാണ് ഉത്തര ഭോവേക്കർ. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈന്യാഭ്യാസമാണ് സൂര്യകിരൺ. ആദ്യ ആഗോള ബുദ്ധ ഉച്ചകോടി 2023 ഏപ്രിൽ ഏത് നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹിയിലാണ്. ആദ്യ ആഗോള ബുദ്ധ ഉച്ചകോടി 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹി. ആദ്യ ആഗോള ബുദ്ധ ഉച്ചകോടി 2023 വേദി ന്യൂഡൽഹിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആഗോള ബുദ്ധകോടി 2023 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. 2023 മാൽക്കം അതിശയീയ അവാർഡിന് അർഹനായത് ഉദ്ദ പട്നായിക്കാണ്. 2023 മാൽക്കം അതിശയീയ അവാർഡിന് അർഹനായത് ഉദ്ദ പട്നായിക്. 2023 മാൽക്കം അതിശയീയ അവാർഡിന് അർഹനായത് ഉദ്ദ പട്നായിക്കാണ്. രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ് മാതൃഭൂമി.
രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ് മാതൃഭൂമി. PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യമാണ് PSLV C-55. PSLV ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി ISROയുടെ ആദ്യ വിക്ഷേപണ ദൗത്യമാണ് PSLV C-55. PSLV C-55 ആണ്. 2023 ഏപ്രിൽ വിജയകരമായി വിക്ഷേപിച്ച ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ രണ്ടാമത് ഉപഗ്രഹമാണ് ദിവസാറ്റ് 2 ആണ്. 2023 ഏപ്രിലിൽ വിജയകരമായി വിക്ഷേപിച്ച ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ രണ്ടാമത് ഉപഗ്രഹമാണ് ദിവസാറ്റ് 2. 2023 ഏഴാമത് ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി വേദിയാണ് ചെന്നൈയിലാണ്. 2023 ഏഴാമത് ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി വേദി ചെന്നൈയിലാണ്. 2023 ഏഴാമത് ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ചെന്നൈയിലാണ് നടന്നത്. 2023 ഏപ്രിലിൽ ISRO വിക്ഷേപിച്ച സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹമാണ് ടെലിയോസ് 2 ആണ്. 2023 ഏപ്രിൽ ISRO വിക്ഷേപിച്ച സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹമാണ് ടെലിയോസ് 2 ആണ്. 2023 ഏപ്രിൽ ISRO വിക്ഷേപിച്ച സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹമാണ് ടെലിയോസ് 2. 2023 ഏപ്രിൽ ആപ്പിൾ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചത് മുംബൈയിലാണ്. 2023 ഏപ്രിൽ ആപ്പിൾ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചത് മുംബൈയിലാണ്. ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചത് മുംബൈയിലാണ്. 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് അത് ഗജ്ജം, ഒഡീഷയിലെ ഗജ്ജം ജില്ലാ പഞ്ചായത്താണ്. 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ആയത് ഒഡീഷയിലെ ഗജ്ജം ജില്ലാ പഞ്ചായത്താണ്. 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ആയത് ഗജ്ജം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2023 ഏപ്രിൽ നടന്ന സരസ് മേളയുടെ വേദിയാണ് കൊല്ലം ജില്ലയിലെ ആശ്രമം മൈതാനിയിലാണ്. 2023 ഏപ്രിൽ നടന്ന സരസ് മേളയുടെ വേദി കൊല്ലം ജില്ലയിലെ ആശ്രമം മൈതാനിയിലാണ്. 2023 ഏപ്രിൽ സരസമേളയുടെ വേദി കൊല്ലം ജില്ലയിൽ ആശ്രമം മൈതാനി. വിസ്ഡൻ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ക്രിക്കറ്ററാണ് ഹർമൻപ്രീത് കൗർ. വിസ്ഡൻ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. ഏറ്റവും പുതിയ UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. ഏറ്റവും പുതിയ UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. ഏറ്റവും പുതിയ UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. 2023 ഏപ്രിൽ സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് M. ഷാജർ ആണ്. 2023 ഏപ്രിൽ സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് M. ഷാജർ. 2023 ഏപ്രിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് M. ഷാജർ ആണ്. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പിന് വേദിയാകുന്നത് അർജന്റീനയാണ്. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പ് വേദി അർജന്റീന. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പിന് വേദി അർജന്റീനയാണ്. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പിന് വേദി അർജന്റീനയാണ്. അടുത്തിടെ കായികമേളയുടെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി. അടുത്തിടെ കായികമേളയുടെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി. ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം നേടിയ പ്രശസ്ത ഗായികയാണ് ആശാ ഭോസ്ലെ.
ലത ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം നേടിയ പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെയാണ്. ആശാ ഭോസ്ലെ. ലത ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം നേടിയ പ്രശസ്ത ഗായികയാണ് ആശാ ഭോസ്ലെ. ആശാ ഭോസ്ലെ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ കറണ്ട് അഫെയർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, 2022 തകൈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2022 തകൈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.